ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകുന്നത് സ്കിൻ കളറൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് കുത്തിവരയിട്ടിട്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപാട് പേര് വരച്ച് കുത്തിവര, അതായത് സ്കിൻ കളറൊക്കെ കൊടുത്ത് ഒരു പോർട്രേറ്റ് കുത്തിവരകളിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിലൂടെയാണ് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഓട്ടോഡെസ്ക് സ്കെച്ച്ബുക്കിൽ സെയിം കുത്തിവര തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. സ്കിൻ കളർ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ സ്റ്റെപ്പൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓട്ടോഡെസ്ക് സ്കെച്ച്ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളിത് തീരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് നോക്കാം, ഒരു പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക്സാർട്ട് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കാനുള്ള ഇമേജ്, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബിഗിനർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോർട്രേറ്റിലെ ഷെയ്ഡ്സ് ഒന്നും കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അതായത് ഒരു പോർട്രേറ്റിൽ എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡുകളുള്ളത്, ബേസിക് കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്, ഹൈലൈറ്റ് ഒക്കെ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇമേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ ഷെയ്ഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതായത് ഒരു ആപ്പിൻ്റെ, പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനൊന്ന് എഫക്ട്സ് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വരക്കേണ്ട ഇമേജ് നമുക്ക് ആദ്യം കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിക്സാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യണമല്ലേ. ആ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഓൾ ഇമേജസ് എടുത്തിട്ട് ഞാൻ ആ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഇമേജാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടോ, ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്കിൻ കളറും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഡ്രോയിങ് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഈ ഒരു ഇമേജിൽ എവിടെയൊക്കെ ഡാർക്ക് ടോണും ലൈറ്റ് ടോണും ഒക്കെ ഉണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇമേജിൽ ഇത്ര ഭാഗം എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് ഡാർക്ക് ടോൺ വരുന്നുണ്ട്. ഇത് ബേസിക് കളറാണ്. അതുപോലെ തന്നെ ഈ പോർഷൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബാക്കി ഈ പോർഷനൊക്കെ ഹൈലൈറ്റ് ആണ്. ഇവിടെ ഡാർക്ക് ടോണാണ് വരുന്നത്. ആ കണ്ണാട വെച്ചുകൊണ്ട് തന്നെ ഈ പോർഷൻസ് ഒക്കെ ഡാർക്ക് ടോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ ടോണെന്ന് അറിയാം. പക്ഷെ ഒരു ബിഗിനർക്ക് ഇത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ടോൺ അനുസരിച്ച് വരയ്ക്കാൻ, കറക്റ്റ് കളേഴ്സ് ചൂസ് ചെയ്ത് വരയ്ക്കാൻ അറിയണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ആ കളേഴ്സ് അല്ലെങ്കിൽ ആ ടോൺസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇമേജ് എനിക്ക് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതെവിടെയാണെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അതിലാണ് ആർട്ടിസ്റ്റിക്സ് സെലക്ട് ചെയ്യുക. അതിൽ പോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ടാപ്പ് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് വരും. അതിനെ 100 ഇടുക, കളേഴ്സ് എന്നുള്ള 100 ഇടുക, ഡീറ്റെയിൽസ് എന്നുള്ളത് 100 ഇടുക. ഇനി ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ, കറക്റ്റ് ആ ടോൺസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ആ ഒരു ടോണൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കളേഴ്സ് കൊടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് നമ്മൾ കൺവേർട്ട് ചെയ്തതെന്ന്. ഇനി നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് പിക്സാർട്ടിൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജിനെ സ്കെച്ച് ബുക്കിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ക്യാൻവാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു പേപ്പർ വേണം, ഒരു പെന്നോ പെൻസിലും വേണം. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു സ്റ്റൈലസോ അല്ലെങ്കിൽ നമ്മൾ വിരലുകൊണ്ടൊക്കെയാണ് വരയ്ക്കാറ്. അപ്പോൾ അതും പിന്നെ അതുപോലെ ഡിജിറ്റലായിട്ടുള്ളൊരു ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡ് വേണം. അപ്പോൾ ഈ വൈറ്റ് പോർഷൻ, അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ വൈറ്റ് പോർഷനെയാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് മൊബൈൽ വരയ്ക്കുന്നവരാണെങ്കിലും ഐപാഡ് വരയ്ക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റിൽ വരയ്ക്കുന്നവരാണെങ്കിലും സ്കെച്ച് ബുക്കിൻ്റെ ഇൻ്റർഫേസിന് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ സെറ്റിങ്സോ ടൂൾസിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡിലായിട്ട് വരുന്നുണ്ടെന്നുള്ളൂ ടൂൾസ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ടൂൾസ് വരുന്നുണ്ട്. പക്ഷേ മൊബൈലിലേക്ക് വരുമ്പോൾ ഈ ടൂൾസ് മൊത്തം മുകളിലായിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ക്യാൻവാസ് ഉണ്ട്, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചാൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽ എടുക്കുകയാണ്. ഇതാണ് ഫയൽ, ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫയൽ എടുക്കുക, ന്യൂ സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ കസ്റ്റമൈസ് അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതെന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓർഡർ വരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഒരാൾ പറയുകയാണ് A4 സൈസിൽ വരച്ച് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഓൾറെഡി ഉള്ള സൈസസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കസ്റ്റമൈസ് ചെയ്യണം നമുക്ക് സൈസ്, അല്ലെങ്കിൽ A3 വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ A3യുടെ സൈസസ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. 4691 × 3450. അത് ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഹൈറ്റും വിഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ലെയർ കിട്ടും എന്നാണ് കാണിക്കുന്നത്. 18 ലെയേഴ്സാണ് ഇതിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ പലര സിസ്റ്റം സ്പെക്ക് അനുസരിച്ചിരിക്കും. ചിലതിൽ 9 കിട്ടുള്ളൂ, ചിലതിൽ 12 കിട്ടും, ചിലതിൽ അതിൽ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂവിൽ കസ്റ്റമിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് വൈറ്റ് കളേഴ്സ് എടുത്തിട്ട് നമ്മൾ ചിത്രം, അതായത് ഡിജിറ്റൽ എങ്ങനെ കുത്തി വരച്ചിട്ട് നമ്മളൊരു ഡ്രോയിങ് ചെയ്തു. അപ്പോൾ ഇത്തവണ നമ്മൾ സെയിം തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷേ സ്കിൻ കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെയറില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം കളേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിൽ ഏറ്റവും താഴെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് L എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, അത് 100ൽ നിന്നും 0ലേക്ക് മാറ്റാം. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് 0 ആയിട്ട്, അതായത് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ്, അതായത് പിക്സാർട്ടിൽ വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇമേജിനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണാം ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഞാനിപ്പോൾ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ്. അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാണ്. ദുൽഖർ സൽമാൻ്റെ ഈ ഒരു ഇമേജാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് എനിക്ക് വേണ്ട ഒരു പോർഷനിലേക്ക് ഞാൻ വലുതാക്കി വെക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കുറേ കളേഴ്സ് അല്ലെങ്കിൽ കുറേ ഭാഗം വിട്ട് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ആക്കി വെക്കുകയാണ് ഈ ഒരു ഇമേജിനെ. ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിലാക്കി വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഡണ്ണ് കൊടുത്തു. ഇത് ക്യാൻവാസ് ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫിറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ മേലെ 5 ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് 5 ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഇമേജും കൂടി ഓപ്പൺ ആക്കി എടുക്കാനുണ്ട്. അതായത് ഇതിന് വേണ്ട കളർ പല്ലറ്റ്സ് നമ്മൾ പറഞ്ഞു സ്കിൻ കളർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കണേന്ന്. അപ്പോൾ ഞാനൊരു ലെയർ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇമ്പോർട്ട് ഇമേജ് എടുക്കുക, എന്നിട്ട് കളർ പല്ലറ്റ്സ് എടുക്കുക. ആ കളർ പല്ലറ്റ്സ് ഈ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മൾ കളേഴ്സ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ കളർ പല്ലറ്റിൻ്റെയും നമ്മളുടെ ഇമേജിൻ്റെയും താഴെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം ഇത് റെഫറൻസ് കളർ പല്ലറ്റ്. ഇത് രണ്ടും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഒരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ലെയർ ക്രിയേറ്റ് ചെയ്തു, മൂന്നാമത്തെ ലെയർ ക്രിയേറ്റ് ചെയ്തു, 4 ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കളർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അമർത്തി പിടിച്ച് ടാപ്പ് ചെയ്യുക കേട്ടോ. അതായത് സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കളർ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കളർ രണ്ടാമത്തെ കളറാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ കളർ, നമുക്ക് ഏത് കളറാണ് കുറച്ച് അനുയോജ്യമായിട്ട് തോന്നുന്ന ആ ഒരു കളർ സെലക്ട് ചെയ്യുക. അത് ഞാൻ രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ വരയ്ക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ സ്കിൻ കളറുള്ള എല്ലാ പോർഷൻസിലും അത് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷസ് എടുക്കുകയാണ്. ബ്രഷസിൽ ഫെൽറ്റ് പെൻ എന്ന് പറഞ്ഞ ബ്രഷാണ് എടുക്കുന്നത്. എന്നിട്ട് ആ പെന്നിൻ്റെ സൈസ് എന്നുള്ളത് 2.5 എടുത്തിട്ടുണ്ട്.
ഞാൻ ഒന്ന് വരച്ച് നോക്കട്ടെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സൈസാണോ എന്ന് നോക്കാം. കുഴപ്പമില്ല, ഏകദേശം 2.5 വലിയ കുഴപ്പമില്ല. അൺഡു ചെയ്യാണ്. അപ്പോൾ അൺഡു ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 3, അതായത് നമ്മുടെ 3 വിരലുകൊണ്ട് സ്വൈപ്പ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ അൺഡു ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ആ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിടുക. അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ അറ്റത്തായിട്ട് അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതും യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ 2.5 ഞാൻ ഒന്നുകൂടി കുറയ്ക്കാണ്, 2.3 എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ലെയർ 50 ഒപ്പാസിറ്റിയിലേക്ക് ഇടുകയാണ് ഞാൻ. അതായത് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്ന ലെയറിനെ 50 ഒപ്പാസിറ്റിയിലേക്ക് ഇടുകയാണ്. 50. ഓക്കെ, 50ലേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമ്മളിതിനെ വരയ്ക്കാന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് സ്കിൻ കളർ കാണുന്ന ഭാഗത്ത് മൊത്തം നമ്മൾ വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചു തുടങ്ങുകയാണ്. ഇതാ ഇങ്ങനെ കുത്തി വരയിട്ട് വരച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻ കാണുന്നില്ല. അപ്പോൾ ലൈൻ കാണാൻ വേണ്ടിയിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. റെഫറൻസിൻ്റെ 75 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുത്തി വരയിട്ടിട്ട് വരയ്ക്കുക. അപ്പോൾ ഓവർ ഡാർക്ക് കാണുന്ന ഭാഗത്ത് കുത്തി വരയിടണ്ട, കാരണം അവിടെ ഫുൾ പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. ഓവർ ബ്ലാക്ക് കാണുന്ന പോർഷൻസിൽ നിങ്ങൾ കുത്തി വരയിടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ സമയമെടുത്ത് നിങ്ങൾ ചെയ്യുക. ഓവറായിട്ട് കുത്തി വരയിടണ്ട. പലരും ഞാൻ മുമ്പൊക്കെ ട്യൂട്ടോറിയൽ ഇട്ട് കണ്ടിട്ട് പലരും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് കുത്തി വരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം റിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇപ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് വെക്കുന്ന പോലെ കുത്തി വരട്ട് കുനുകുന വരച്ച്, എന്താ പറയുക, ഒരു തരി ഗ്യാപ്പ് പോലും കാണാത്ത രീതിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു യൂണിക്നെസ് നഷ്ടപ്പെടും. നമ്മൾ ഈ കുത്തി വരച്ചിട്ടൊരു ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു യൂണിക്നെസ് നഷ്ടപ്പെടും. അങ്ങനെ ചെയ്യുന്നതിലും ബെറ്റർ. അത് ടൈം കൂടുതലാണ്, എന്നാലോ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ളൊക്കെയാണ് പലരും വരയ്ക്കുമ്പോൾ വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടോ താടിയുടെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് ഇടുകയാണ്. കണ്ടോ, ഇങ്ങനെ ലൈൻസ് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തും കണ്ടോ, ഈ ഒരു പോർഷനും ഞാൻ ചെയ്യാണ്. അതുപോലെ ഈ ഒരു പോർഷൻ നമുക്ക് ലിപ്പും സെയിം കളർ തന്നെ കൊടുക്കുന്നത്. ലിപ്പിന് വേറെ കളർ കൊടുക്കുന്നില്ല, കാരണം വേറെ കളർ കൊടുക്കാൻ വേണേ, പക്ഷെ അതൊരു ഭംഗി അധികം നമുക്ക് കിട്ടൂല. ഞാനിങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കുത്തി വരടാണ്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും കണ്ടോ. ഇനി നമുക്ക് ഈ ലിപ്പിൻ്റെ ഒരു പോർഷൻ ഇവിടെ ചെറിയ രീതിയിൽ വരുന്നുള്ളൂ, ലിപ്പിൻ്റെ പോർഷനൊക്കെ. അപ്പോൾ ലിപ്പിൻ്റെ പോർഷൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതാ ഈ താടിയുടെ ഈ ബ്ലാക്ക് പ്യുവർ ആയിട്ട് ഇവിടെ താടിയുടെ ആ ഒരു പോർഷനില്ല, അവിടെ നമ്മൾ വരച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പ്യുവർ ബ്ലാക്ക് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. കേട്ടോ, ഇത്ര ഭാഗമാണ് നമ്മൾ വരച്ചത്. നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ചെവിയുടെ പോർഷൻ, അതായത് സ്കിൻ കളർ കാണുന്ന പോർഷൻസിലൊക്കെ നമ്മൾ വരയ്ക്കുകയാണ്. അതായത് ഡാർക്കുള്ള ഭാഗം വിട്ടിട്ട്, മുടിയുടെ ഭാഗം ആ ഒരു ഭാഗമൊക്കെ വിട്ടിട്ടാണ്. അത് കംപ്ലീറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റ് ആട്ടോ. അതായത് നമുക്ക് ഒരു വർക്ക് അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ ചെയ്ത ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു ഫീല് മനസ്സിലുള്ളപ്പോൾ നമ്മളത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി സക്സസ് ആയപ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ആദ്യം കുത്തിവരായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തു, പിന്നെ കളേഴ്സ് ഇട്ട് ചെയ്തു, പിന്നെ ഡോട്ട്സൊക്കെ ഇട്ട് ചെയ്തു, പിന്നെ എന്താ പറയുക ഹാച്ചിങ് മെത്തേഡിലൂടെ ഇതുപോലെ സ്ക്രിബിൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നുണ്ട്, ഹാച്ചിങ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നമ്മളൊരു എക്സ്പെരിമെൻറ്റിലൂടെ ഇങ്ങനെ ചെയ്ത് ഓരോ മെത്തേഡുകൾ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്.
ഇനി ഇതേ താഴെ അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ കെട്ടിട്ട പോലെയാണ് കേട്ടോ വരയ്ക്കുന്നുണ്ടോ, ജസ്റ്റ് കെട്ടിട്ട പോലെ വരച്ചിടുന്നത്. ഇതിങ്ങനെ വേറെ വേറെ ലെയേഴ്സ് മുകളിലേക്ക് വരുമ്പോൾ ഭംഗി കൂടി വരും. ആ ഒരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിത് ടോട്ടൽ തീരെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കുത്തി വരച്ച് ഒരുപാട് റിയലിസ്റ്റിക് ആക്കി കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരുപാട് എന്താ പറയുക, ആ ഒരു കുത്തി വരച്ചിട്ടേൻ്റെ ആ ഒരു യൂണിക്നെസ് പോയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് ഹാഫ് പെയിൻറ്റ് ചെയ്ത് ജസ്റ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ബാക്കി കുത്തി വരയിട്ടിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ട്യൂട്ടോറിയൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതേ ഈ പുറത്തത്തെ പോർഷൻ കണ്ടോ, പുറത്തേക്ക് ഈ ഒരു ലൈൻസ് ഇങ്ങനെ വരച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഒരു ഫീല് അല്ലെങ്കിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്ര പോർഷൻസ് നമ്മൾ ചെയ്തു. ഇത് കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ്, കാരണം ഡ്രസ്സിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വരച്ച് എടുക്കാനുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ലൈൻസ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ ആ ലൈൻസ് ഡ്രോപ്പ് ചെയ്യുന്നത് പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഭംഗി എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഈ ഒരു പോർഷനിലും ചെറുതായിട്ട് ഉണ്ട് സ്കിന്നിൻ്റെ കളറ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ ചെയ്തു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്ര ഭാഗമാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെയറിലൊരു 70 ഒപ്പാസിറ്റിയിൽ വരയ്ക്കുക എന്നുള്ളതാണ്. 70 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 50 ഒപ്പാസിറ്റി എന്നുള്ള ഹൈഡ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ നേരത്തെ ഉള്ള ഡാർക്ക് പോർഷൻസ്, അതായത് സ്കിന്ന് മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ ഡാർക്ക്, ഈ പോർഷൻ കണ്ടില്ല, ഈ ഡാർക്ക്, അങ്ങനത്തെ ഡാർക്കുകൾ ഒഴിവാക്കും. അത് ആ 50 ഒപ്പാസിറ്റിയിലായിരിക്കും എടുക്കുക, അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഷെയ്ഡിങ്ങിലായിരിക്കും എടുക്കുക. മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് ഡാർക്കായുള്ള പോർഷൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കുത്തിവരയിടാണ് പോകുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കുത്തിവരയിട്ട് വെക്കും. കണ്ടോ, ആ ഒരു ഡാർക്ക് പോർഷൻ ഒഴിവാക്കിയിട്ട്. അപ്പോൾ 50 ഒപ്പാസിറ്റിയിൽ നിന്ന് 70യിലേക്ക് വരുമ്പോൾ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട്, അതായത് ഡാർക്കുള്ള ആ ഒരു പോർഷൻസ് ഒഴിവാക്കിയിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും ഒന്ന് 3D അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഒന്ന് റെഫറൻസ് ഹൈഡ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ ഇത്രത്തോളം പോർഷൻസാണ് വരച്ച് ഒഴിവാക്കിയത്. ഓക്കെ, ഇനി അടുത്ത ലെയർ എടുക്കുക. ആ ലെയർ നമ്മൾ 80% ആണ് ഇടുന്നത്. നേരത്തെ 70 ആണ് ഇട്ടത്, ഇത് 80 ആണ് ഇടുന്നത്. 80 ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ വരച്ച ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് കണ്ടോ, കുറച്ചുകൂടി ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വന്ന പോർഷൻസ് മാത്രം നമ്മളിങ്ങനെ കുത്തി വരയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ 80% വരെ നമ്മൾ വരച്ചു. ഇനി നമ്മൾ നെക്സ്റ്റിൽ 90 ആണ് ഇടുന്നത്, ഒരു 90%. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം ഇപ്പോൾ ഹൈഡ് ചെയ്യാണ്. എന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് കളേഴ്സുള്ള പോർഷൻസ് മാത്രം ഞാനിത് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു പോർഷനും നല്ല ഭംഗിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ലെയർ
100 ഒപ്പാസിറ്റി, പുതിയ ലെയർ നമ്മൾ ഇത് ഹൈഡ് ചെയ്തിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. 100 ആണ് ഇതിൻ്റെ ഒപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാനൊന്ന് കൂട്ടുന്നുണ്ട്. 2.5 ഇട്ടിട്ടുണ്ട് സൈസ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ചെയ്തത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ സൈസ് കൂട്ടിയിട്ട് 100 ഒപ്പാസിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള കളർ എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കളർ പിക്ക് ചെയ്യുക. കളർ പിക്കർ യൂസ് ചെയ്ത് ഈ ഒരു കളറാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. 100 ഒപ്പാസിറ്റി ആണ്. ബാക്കിയൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇനി റെഫറൻസ് മാത്രം ഇട്ടിട്ടുള്ളൂ. 100 ഒപ്പാസിറ്റിയിൽ ആ ഒരു ഏറ്റവും ലൈറ്റായിട്ടുള്ള കളർ വരുന്ന ഭാഗം മാത്രം ഞാൻ ഇവിടെ കണ്ടോ സ്ക്രിബിൾ ചെയ്തെടുക്കുകയാണ്. സ്കിന്നിൻ്റെ പോർഷൻസ് നമ്മളിങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ടീത്ത് ഇതേപോലെ തന്നെ ചെയ്യണം. വൈറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ എടുക്കുക, ടീത്ത് വൈറ്റിലേക്ക് എടുക്കുക കളറ്. എന്നിട്ട് 1.3 തന്നെ ഇടുക. ആദ്യം 50 ഒപ്പാസിറ്റി എടുക്കുക, റെഫറൻസ് എടുക്കുക, ടീത്തിൻ്റെ പോർഷൻ ഇതാ ടീത്തിൻ്റെ പോർഷൻ നമ്മൾ ചെയ്യുകയാണ്. ഉണ്ടോ? അപ്പോൾ 50 ഒപ്പാസിറ്റിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കുത്തി വരയ്ക്കുന്നത് ടീത്തിൻ്റെ പോർഷൻ. കുറേ പേർക്ക് ടീത്ത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് ഞാൻ 50 ഒപ്പാസിറ്റി ഹൈഡ് ചെയ്തു. 670 ഇടുകയാണ്. അവിടെ 70 എടുത്തു. അപ്പോൾ അത്ര ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷർട്ടിൻ്റെ ബാക്കി പോർഷൻസൊക്കെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക, നല്ല ഭംഗിക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഈ ലെയേഴ്സിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. വേറെ ലെയേഴ്സൊന്നും എടുക്കുന്നില്ല. റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട ലെയറിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാന്നുള്ളതാണ്. ആദ്യം നമുക്ക് തൊപ്പിയുടെ പോർഷൻസ് ചെയ്യണം. തൊപ്പിയുടെ പോർഷൻസ് എടുക്കാൻ വേണ്ടി കളർ പിക്ക് ചെയ്യണം. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് കളർ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കളർ പിക്ക് ചെയ്തു. ഈ കളറാണ് തൊപ്പിയുടെ. കുറച്ചുകൂടി വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ എടുക്കണം നമുക്ക്. പ്യുവർ റെഡ് എടുക്കുകയാണ് ഞാൻ. ഏകദേശം കുറച്ച് റെഡിഷ് കളർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ തൊപ്പി വരുന്ന എല്ലാ പോർഷൻസിലും സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 50 ഒപ്പാസിറ്റിയിലാട്ടോ ഞാൻ ഇപ്പോൾ സ്ക്രിബിൾ ചെയ്യുന്നത്. 50 ഒപ്പാസിറ്റിയിൽ റെഡ് കളർ ഞാൻ സ്ക്രിബിൾ ചെയ്യുകയാണ്. പിന്നെ വൈറ്റ് ആണുള്ളത്. വൈറ്റ് പോർഷനാണ് നമ്മൾ വൈറ്റ് തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനത് ഒപ്പം തന്നെ വൈറ്റ് എടുക്കുകയാണ്. വൈറ്റ് എടുത്തിട്ട് സ്ക്രിബിൾ ചെയ്യുകയാണ് ആ ഒരു പോർഷൻ. ഓക്കെ, ഇനി ഞാനതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. റെഫറൻസ് ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. കേട്ടോ, 50 ഒപ്പാസിറ്റിയിലാണ് നമ്മളാ ഒരു തൊപ്പിയുടെ പോർഷൻ വരച്ചത്. ഓക്കെ, ഇനി 70 ഒപ്പാസിറ്റി എടുക്കുക, വീണ്ടും എടുക്കുക, 50 ഒപ്പാസിറ്റി ഒന്ന് ഹൈഡ് ചെയ്യുക. നമ്മൾ ആ നേരത്തെ എടുത്ത കളർ തന്നെ എടുക്കുക. അപ്പോൾ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ കളർ എടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അടുത്തത് 80 ഒപ്പാസിറ്റി വരയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് വരയ്ക്കുമ്പോൾ വൈറ്റൊക്കെ ഒരുമിച്ച് വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ 80 ഒപ്പാസിറ്റിയിലുള്ള ഒരു ഇതെടുത്ത് വരയ്ക്കുകയാണ്. അടുത്തത് ഹൈഡ് ചെയ്തു, 90 ഒപ്പാസിറ്റി. അടുത്ത 100 ആണ്. 100 ആകുമ്പോൾ കുറച്ചും കൂടിയും ഈ വരച്ചതൊക്കെ ഒന്ന് അൺഹൈഡ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് എടുക്കേണ്ടത്. ലൈറ്റായിട്ടുള്ള കളർ എടുക്കണം. ഈ റെഡിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളർ എടുത്താലേ എടുത്ത് കാണിക്കുള്ളൂ. ഞാൻ ഈ ഒരു കളർ എടുക്കുകയാണ്. നോക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ലാസ്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ സൈസ് കൂട്ടിയെടുക്കണം.
2.5 ഇടുക ആണ് ഞാൻ. കണ്ടോ, ഈ ലൈറ്റ് കളറിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. നോക്കിക്കോളൂ. 100 ഒപ്പാസിറ്റി ആണോ, ലൈറ്റാണ് വരുന്നത് അവിടെ. അപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുക. ഉണ്ടോ, ഈ ഒരു വൈറ്റ് വരുന്ന പോർഷനില്ലേ, അവിടെയും ഈ ഒരു പോർഷൻ ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു പ്യുവർ വൈറ്റ് എടുക്കുകയാണ്. പ്യുവർ വൈറ്റ് 2.3. ഓക്കെ, പ്യുവർ വൈറ്റ് എടുത്തു. ബാക്കിയൊക്കെ അൺഹൈഡ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ഇത്ര നമ്മുടെ പ്രോഗ്രസ് എവിടെ വരാം. പ്യുവർ വൈറ്റ് എടുത്ത് എന്തെന്ന് വെച്ചാൽ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കാനാണ്. കേട്ടോ, ഇതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഹൈലൈറ്റ് കൊടുക്കാനാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്ത്. ഇനി നമുക്ക് വൈറ്റിലാണ് ഇനി ഫുള്ള് കളി, ഡ്രസ്സും ബാക്കിയുള്ള പോർഷനൊക്കെ. അപ്പോൾ അൺഹൈഡ് ചെയ്യുക. നമുക്ക് 50 ഒപ്പാസിറ്റിയിൽ ഡ്രസ്സ് ഫുള്ള് സ്ക്രിബിൾ ചെയ്യാം. ഡ്രസ്സിൻ്റെ പോർഷൻസ് മൊത്തം സ്ക്രിബിൾ ചെയ്യാം. സ്പീഡിൽ ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. 50യിലാണ് എടുക്കുന്നത്. ഉണ്ടോ, ഇനി ഇതിലേക്ക് വൈറ്റുകൾ കയറി വരുമ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. നമ്മളൊരു ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു കണ്ണാടയുടെ പോർഷൻ. ആ കണ്ണാടയുടെ പോർഷൻ ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. അതെ, ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ഹൈഡ് ചെയ്യുക കേട്ടോ. 50 ഒപ്പാസിറ്റി ഹൈഡ് ചെയ്യുക. ഇനി 70 ഒപ്പാസിറ്റിയിലാണ് വരയ്ക്കാൻ പോകുന്നത്. വൈറ്റ് തന്നെ. ഓക്കെ, നമുക്കൊന്ന് രണ്ടും കൂടി നോക്കാം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന്. കണ്ടോ, ഈ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം. ഓക്കെ, ഇനിയും വൈറ്റ് കയറാനുണ്ട്. അപ്പോൾ അടുത്ത 80 ഒപ്പാസിറ്റി. തൊപ്പിയുടെ ഭാഗം വരച്ചില്ല, അതൊന്ന് ഫില്ലാക്കാം. ഓക്കെ, 90യിലും തൊപ്പിയുടെ ഭാഗം, അതുപോലെ തന്നെ ഷർട്ടിൻ്റെ ഭാഗം. ഓക്കെ, ഇനി കണ്ണാടയുടെ പോർഷൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഭാഗം വിട്ടിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള പോർഷൻസ് മാത്രം വരച്ചാൽ മതി. 100 ഒപ്പാസിറ്റി. ഇനി നമുക്കെല്ലാം കൂടി അൺഹൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് നമ്മൾ എങ്ങനെയാണ് വരച്ചെടുത്തതെന്ന്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എവിടെയൊക്കെ കളേഴ്സ് പോരാന്ന് തോന്നുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി കളേഴ്സ് ഫില്ല് ചെയ്യാം, കുറച്ചും കൂടി സ്ക്രിബിൾ ചെയ്യാം. നന്നായി സ്ക്രിബിൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓക്കെ. അപ്പോൾ നമുക്ക് വൈറ്റ് ഇടാം. നമുക്കിങ്ങനെ വൈറ്റ് ഇട്ടിട്ട് പോവാം. റെഡ് കളർ എടുത്തിട്ടുണ്ട്. just 1 dots.
നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് 70 ഒപ്പാസിറ്റിയിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിൽ വല്ല കളേഴ്സ് ഭയങ്കരമായിട്ട് തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതത് ലെയേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ഇറേസർ എടുക്കുക. എന്നിട്ട് ഈ ഇറേസറിൻ്റെ സൈസ് കൂട്ടിയിട്ട് അതിൻ്റെ ഇറേസറിൻ്റെ സൈസ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ലൊരു ഇറേസർ ഉണ്ട്, സോഫ്റ്റ് ഇറേസർ എടുക്കുക, സൈസ് ഒന്ന് കൂട്ടുക, ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇറേസർ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ കളർ കൂടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇങ്ങനെ ടച്ച് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ കളറൊന്ന് ഡിമ്മാക്കി കിട്ടും. എനിക്ക് അവിടെ കുറച്ചും കൂടി ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനവിടെ അങ്ങനെ കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടി കണ്ടോ ഡിമ്മായിട്ട് ആ കളർ കിട്ടി. ശരിക്കും അവിടെ റേസിംഗ് ആണ് നടക്കുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ കൊണ്ടുവന്ന് വെച്ചാൽ ഹെവി ആയിരിക്കും, കാണാൻ ഗംഭീര ലുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വരയ്ക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഐവിസ് പെയിൻറ്റ് എക്സിൻ്റെയും ഇൻഫിനിറ്റി ഡിസൈൻ അതുപോലത്തുള്ള ആപ്ലിക്കേഷൻ്റെ പെയ്ഡ് ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, പെയ്ഡ് ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.